പ്രദക്ഷിണയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. വിരളിപൂണ്ടവറങ്കിപ്പടയുടെ വീരങ്കുകൾക്ക് മുൻപിൽ അവിടുത്തെ വഞ്ചിയിൽ വീഴുന്ന മൊത്തം പൈസയും എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കുണ്ടാലിക്കയ്യും കോടാലിക്കയ്യും എടുത്ത് അതുമായിട്ട് കള്ളന്മാര് വന്നു കയറി നമ്മുടെ വീട് മുണ്ടിയിറക്കുന്ന അതേ സ്വഭാവം. ആ പിതാവിന്റെ സകല പൈസയും ആ വഞ്ചിയിൽ വീഴുന്ന മൊത്തം എടുത്തുകൊണ്ട് ആർക്കെതിരെ പോരാടുന്നു? ആ പരിശുദ്ധ പിതാവ് ആരുടെ മധ്യസ്ഥതയിലും ആരുടെ വിശ്വാസത്തിലും ആരുടെ പവിത്രമായ ചരിത്രത്തിലും ഉൾക്കൊണ്ടുവോ അതിനെ എല്ലാം തിളവൽക്കരിച്ചുകൊണ്ട് ആ പൈസ എടുത്തിട്ട് ആ പരിശുദ്ധ നീ പാറയാകുന്നു, നീ കേവയാകുന്നു, നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്തൊരു അത്ഭുതകരമായ വാക്യം പറയുന്നത്. വേറെ ഒരു ശിഷ്യന്മാരോട് നിങ്ങൾ ഉണ്ടാക്കുന്ന പാറയിൽ ഞാൻ സഭയെ പണിയുമെന്ന്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അത് മാത്രമോ, എന്തെല്ലാം വരങ്ങളാണ് അവിടെ വെച്ച് കൊടുക്കുന്നത്. പത്രോസേ, നീ എൻ്റെ മുട്ടാടുകളെ മേയിക്കുക. പത്രോസേ, നീ എൻ്റെ പെണ്ണാടുകളെ മേയിക്കുക. പത്രോസേ, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. ഈ 3 വർഗങ്ങളെ മനുഷ്യവംശത്തിലുള്ളൂ. ഒന്ന് ആണാണ്, ഒന്ന് പെണ്ണാണ്, ഒന്ന് മക്കളാണ്, വേറൊരു വിഭാഗമില്ല. അപ്പൊ ലോകത്തുള്ള സകല ജനതയെയും സകല വിശ്വാസികളെയും പരിപാലിക്കാനുള്ള വലിയ മുക്കുവന് പിതാവിന് കൊടുത്തിട്ടുള്ള അവകാശം പത്രോസ്ലീഹയ്ക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത്ര അനുഗ്രഹീതമായ ഒരു സഭയുടെ സന്താനങ്ങളാണ്, മക്കളാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 52 പള്ളി പിടിച്ച് ശവത്തെ റോഡിലിട്ട് അടിച്ച് പോലീസുകാരെ കൊണ്ട് അടക്കാതിരുന്നിട്ട് 30, 40, 50 ദിവസം പേടകമുണ്ടാക്കി പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പോലും ഒരു IOC അർഹതയില്ലാത്ത പട്ടക്കാരന് പുറകെ പോയി ഇതൊന്ന് അടക്കിത്തരണേ എന്ന് പറയാത്ത വിശ്വാസത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ സഭയുടെ പാരമ്പര്യമാണ്. ഇതിനെ മറികടക്കാൻ ആർക്കാവുന്നത്? ഒരൊറ്റക്കാരനും ഇതിനകത്ത് ജനിച്ചിട്ടില്ല, ഒരു ചതിയനും ഇതിനകത്ത് ജനിച്ചിട്ടില്ല. ഒറ്റ സഹോദരൻ പോലും ഈ പീഡനം സഹിച്ചിട്ട് ഈ സഭ വിട്ട് പോയിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവന്റെ നെഞ്ചിലെ ചോര എന്ന് പറയുന്നത് ഈ സത്യവിശ്വാസത്തിൻ്റെതാണ്. ഇതിനെ മാറ്റിമറിക്കാൻ ആർക്കാണാവുക? ഒരു ശക്തിക്കും ഇതിനെ മാറ്റിമറിക്കാൻ ആവില്ല. എന്നിട്ട് വേറൊരാളിനെ മേയിക്കാൻ ഏൽപ്പിച്ചോ? തോമാശ്ലീഹ പരിശുദ്ധ അപ്പോസ്തലൻ മാറത്തേക്ക് വാരിയല്ലിലേക്ക് കൈയിട്ടുകൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമേ എന്ന് വിളിച്ചു കൂവിയ ആ ശിഷ്യൻ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നിട്ടില്ല എന്ന ചരിത്രം പല ചരിത്രകാരന്മാരും പറയുന്നു. അതൊക്കെ വേറെ കാര്യം. അദ്ദേഹം ഇവിടെ വരണം, ലോകത്തിന്റെ നാനാഭാഗത്തും ചെതറിപ്പോണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങാര് അദ്ദേഹം ഇവിടുത്തെ ഒരു IOC കാരനെ സ്ഥാപിച്ചിട്ടില്ല കേട്ടോ. ഇതൊന്നും അറിയത്ത് പോലുമില്ല. പരിശുദ്ധ പത്രോസ്ലീഹയുടെ നെഞ്ചകത്തിൽ നിന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ആവാഹിച്ചുകൊണ്ട് ഇവിടെ വന്ന് കുറച്ച് പേർക്ക് വചനം കൊടുത്തിട്ട് പോയെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു കൊരണ്ടിപ്പലക പോലും ഈ കൊച്ചു കേരളത്തിൽ സ്ഥാപിച്ചിട്ടില്ലെന്ന സത്യം മനസ്സിലാക്കണം. ഈ സത്യം ഏതെങ്കിലും IOCയുടെ സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. തോമാശ്ലീഹയെ നമ്മൾ കുറയ്ക്കരുത്, മഹത്വം കുറയ്ക്കേണ്ടെന്ന് ആവശ്യമില്ല. അതും കർത്താവിൻ്റെ അരുമ ശിഷ്യൻ തന്നെ. പക്ഷേ സഭയെ ഉണ്ടാക്കിയത് ലോകത്തൊരു ശിഷ്യന് മാത്രമേ ആ സഭയെ മേയിക്കുവാനുള്ള അധികാരമുള്ളൂ. ആ അധികാരം ലഭിച്ചത് പത്രോസ്ലീഹയ്ക്ക് മാത്രമാണ്. എന്തിനാ ഇവിടെ സിംഹാസനം വെച്ചെന്ന് പറയുന്നത്? എന്തിനാ ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിച്ചെന്ന് പറയുന്നത്? മുടക്ക് വാങ്ങിച്ച് ഇവിടെ വന്ന പാരമ്പര്യത്തിൽ നിന്ന് മാറി നിന്ന ഒരു നമ്മുടെ ഒരു പാത്രക്കീസ് ബാബ തന്നെ അദ്ദേഹത്തെ ഇവിടെ മുതുവും കഴുത്തും പെടലിയും ശരീരത്ത് ആയുർവേദ ചികിത്സ തരാം, തലയിൽ തളം വെച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് പിടിച്ചോണ്ട് വന്നിട്ട് പറയാം ഇവിടെ ഒരു കസേര ഇട്ടേക്കണേ, ഒരു കാതോലിക്കേറ്റൊന്ന് ഉണ്ടാക്കി തരണേ. അദ്ദേഹം പറഞ്ഞു ഏത് കസേരയാണ് വേണ്ടത്? ഓ നടക്കേണ്ട കാതോലിക്കേറ്റ്. ഇതാണോ കാതോലിക്കേറ്റ്? നമ്മൾ പഠിക്കണം, ഇതിന്റെ ചരിത്രം പഠിക്കണം. എന്നിട്ട് അതിനകത്ത് കയറി കുത്തിയങ്ങിരിക്കുക. ഞാൻ അന്നേരം ആരായി? കാതോലിക്ക ബാവയാണ്. ഒരാൾ പറയും ഈ സാധനമെല്ലാം ചങ്ങനാശ്ശേരി വാടകയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ റെഡിമെയ്ഡ് കിട്ടും. നാളെ ഞാനും പോയി ഒരു തൊപ്പിയും വെച്ച് ഈ സാധനം ഒരു ഇഷ്ടമുണ്ടെങ്കിൽ വന്നിട്ട് ഞാൻ പറയുക ഞാൻ വേറൊരു കാതോലിക്കുക. ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ, ഒരു സഭാതലവൻ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഞാൻ ആരുടെ മുഖ്യമന്ത്രിയാണ്? ഞാൻ IOCയുടെ മുഖ്യമന്ത്രി. അങ്ങാര് മുഖ്യമന്ത്രിയാവൂ? ഇത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയാവൂ? ഇത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് സഭാതലവനാകില്ല, സഭയുടെ കാതോലിക്കാവില്ല. ഇതെല്ലാം സ്വയമായി പറയുന്ന കാര്യമാണ്. ഇതൊന്നും പാരമ്പര്യത്തിലോ സത്യവിശ്വാസത്തിലോ ഉള്ളതല്ല. ഈ വിശുദ്ധ വസ്ത്രങ്ങളും ഈ കാണുന്ന രൂപരേഖകളും ഈ കഴുത്തിൽ കിടക്കുന്ന മൂന്നുമാലയും ഇതിന്റെ അർത്ഥങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട് കിടക്കുന്ന അംശവടിയും നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ധൂപക്കുറ്റിയും മറുവാസയും എന്ന് വേണ്ട
വരെ പരിശുദ്ധ പിതാക്കന്മാർ അന്ത്യോക്യയിൽ നിന്ന് വലിയ പെട്ടി കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിച്ച് ആദ്യം ദൂരക്കുട്ടി എടുത്ത് കിരിക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തോ സാധനമാണ്, പിള്ളേർ കളിക്കുന്ന സാധനമാണ് വിളിച്ചത്. ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്താണ് മർക്കോസ വിചാരിച്ചത് പണ്ട് കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെ ചുറ്റിൽ നിന്ന് രണ്ട് പെണ്ണുങ്ങൾ വീശറിയിട്ട് വീശിക്കൊണ്ടിരിക്കും. മർക്കോസ കേൾക്കുമ്പോൾ അതാണ് ഇവിടെ പോലെ ധരിച്ചിരിക്കും. എന്താ ഇതിന്റെ അർത്ഥമെന്ന് ഇവിടുത്തെ പിതാക്കന്മാരും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. തുറിയാനിയുടെ അർത്ഥങ്ങളും തുറിയാനി ഭാഷയും പഠിപ്പിച്ചു കൊടുത്തത് അവിടുന്ന് വന്ന പിതാക്കന്മാരാ. ഇവിടുത്തെ മൽപ്പാമാരെ സൃഷ്ടിച്ചത് അന്ത്യോക്യയിൽ നിന്നുള്ള പിതാക്കന്മാരാ. അവര് കൊടുക്കാത്ത ഒരു സാധനവും ഈ കൊച്ചു കേരളത്തിലില്ല, മലകരയിലില്ല. അവര് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അവര് സാധന സാമഗ്രികൾ മാത്രമല്ല, വിശ്വാസത്തെ പകർന്നു കൊടുത്തതും അവരാ. പരിശുദ്ധമായ വിശ്വാസം, കടകളെന്ന വിശ്വാസം, കാതലുള്ള വിശ്വാസം, ഈ വിശ്വാസമാണ് അന്ത്യോക്യയിൽ നിന്ന് വന്നത്. അതിനെ മനസ്സിലാക്കാതെ അതിനെ തിരിഞ്ഞു നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് എല്ലാ പിതാക്കന്മാരെ ഓർത്തിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അതേ വാഗൊന്ന് സകല വൃത്തികളും പറഞ്ഞേക്കാം. അറബികൾക്ക് എന്തോ കുഴപ്പം? അറേബ്യൻ നാട്ടിൽ ജനിച്ചവരെ അറബികളെന്ന് വിളിക്കും, ബ്രിട്ടനിൽ ജനിച്ചവരെ ബ്രിട്ടീഷുകാരെന്ന് വിളിക്കും, അമേരിക്കയിൽ ജനിച്ചവരെ അമേരിക്കക്കാരെന്ന് വിളിക്കും, നമ്മൾ കേരളത്തിൽ ജനിച്ചവരെ കേരളക്കാരെന്ന് വിളിക്കും, നമ്മൾ ബോംബെ ചെന്നാൽ നമ്മളെ എന്തോന്ന് വിളിക്കും? മദ്രാസികളെന്ന് വിളിക്കും. അത് വിളിച്ചാൽ അവർക്ക് ഏതാണ് അവരെ കുറഞ്ഞു പോകും, തേഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇത് വിളിച്ചു പറഞ്ഞിട്ട് കൈയടിക്കുന്നത്. കുറെ പലപ്പോഴും നിന്ന് ഇതിന് കൈയടിച്ചു കൊടുക്കും. എന്താ ഇവരുടെ വിവരവും സംസ്കാരം? എന്തുകൊണ്ട് അവർക്ക് ഇത് മനസ്സിലാക്കിക്കൂടാ? ആരെയാണ് ഇത് വിളിക്കുന്നത്? ഒരേ വാഗുണ്ട് വിശുദ്ധിയോടുകൂടി ഇവരുടെ നാമങ്ങൾ ചൊല്ലുകയും ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും അടുത്ത സമയം തിരിഞ്ഞു നിന്ന് ആക്ഷേപിക്കുകയും ചെയ്യും. വേണ്ട, പരിമല പള്ളിയിൽ ചെന്നാൽ അവിടുത്തെ മുക്കുസയാളിൽ കയറുമ്പോൾ 20 രൂപ കൊടുക്കുമ്പോൾ ഇവരുടെ ഈ കൊച്ചു പുസ്തകം കിട്ടും. ആ കൊച്ചു പുസ്തകത്തിന്റെ പേരാണ് ഭരണഘടന എന്ന് പറയുന്ന സാധനം. ഇത് ഏതാണ്ട് വലിയ സംഭവമാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഭരണഘടനയുണ്ട്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ തൊട്ട് കൊള്ളുകയാണ്. അത് കൃത്യമായി പൂജിച്ച് അവിടെ ഒരു സ്ഥലത്ത് വെച്ച് അതാ ഭരണഘടന. ഇത് ഇവര് കോട്ടയത്ത് കുത്തിയിരുന്ന് അവരുടെ കഞ്ഞിക്കുഴി പ്രസയിൽ കുത്തിയിരുന്ന് 5-6 പേര് കൂടി സകല വെള്ളത്തരം എഴുതി വെച്ച് ഒരു സാധനം അതിന്റെ ഒറിജിനൽ എന്ത് ചെയ്യില്ല. ആ ഇതൊന്നും ആർക്ക് കാണണ്ട. ഇത് മിസ്ര എന്ന് പറയുന്ന തമ്പുരാൻ അതൊന്നും വേണ്ട. മിസ്രയ്ക്ക് കിട്ടാനുള്ള വഴി ഗുജറാത്തിലൂടെ കീഴിലൂടെ അങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പം ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടുത്തെ പള്ളിയൊക്കെ നിങ്ങൾ എടുത്തു. എത്ര പള്ളി വേണം? 1066. അത് മതിയോ? അതിൽ കൂടുതലുണ്ടോ? ഇല്ല, അത്ര മതി. എന്നാൽ 1066 പള്ളിയും നിങ്ങൾ പിടിച്ചോണ്ട് പോയി നിങ്ങൾ ഇഷ്ടം പോലെയൊക്കെ ഭരിച്ചോണം. ഈ പള്ളി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ള ആരും മിസ്ര പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ തമ്പുരാൻ ഇറങ്ങിപ്പോയപ്പോൾ പറയുക, എന്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ഞാൻ വിധിച്ചിട്ടുണ്ട്, നിയമം വെച്ചെന്നെ വിധിച്ചത്. ഇവിടുത്തെ പൗരജനം മനസ്സിലാക്കണം, പൊതുസമൂഹം മനസ്സിലാക്കണം. ഇത് ഒരു വിധിയും 2 വിധിയും 3 വിധിയുമല്ല, ഡസൻ കണക്കിന് വിധികൾ, അന്യായമായ വിധികൾ പ്രസ്താവിച്ചിട്ട് ഈ ഭാരതത്തിന്റെ ഈ കോടതികളുടെ വിശ്വസ്തതയെ നശിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടുത്തെ ജഡ്ജിമാരുടെ സമ്പാദ്യത്തെ കുറിച്ചും അവരുടെ അവിഹിത ബന്ധത്തെ കുറിച്ചും യഥാർത്ഥത്തിൽ അന്വേഷണം നടത്താൻ ഇവിടുത്തെ പൊതുസമൂഹം ആവശ്യമാണ്. കൊച്ചിയിലെ കെട്ടിടം തകർത്ത അവസ്ഥ നമുക്ക് അറിയാമല്ലോ. പാവങ്ങളുടെ കെട്ടിടം തകർത്തു. ഇപ്പോഴും തകർക്കാൻ ലിസ്റ്റിൽപ്പെട്ട കെട്ടിടം വേറെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു കഴിക്കോലൂരാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. അത്ര നികൃഷ്ടമായ വിധികൾ വേണ്ട. തമിഴ്നാട്ടിൽ ചെന്ന് മനുഷ്യൻ കുളിച്ചില്ലെങ്കിലും കണ്ണാടികളെ കുളിപ്പിച്ച് പൊട്ടിച്ച് റിബൺ കെട്ടി കൊണ്ടു നടക്കുന്നവരാണ് തമിഴ് ജനത. അവർ കാട്ടിലൊരിക്കാൻ ഉത്സവമുണ്ട്, ജല്ലിക്കെട്ട്. കാളയും മനുഷ്യനും തമ്മിലുള്ളത് ബലാബലമാണ്. അത് ചിലപ്പോൾ കാളയ്ക്ക് പരിക്ക് പറ്റും, മനുഷ്യന് പരിക്ക് പറ്റും. അവർക്ക് പരാതിയില്ല, അവരുടെ അമ്മയ്ക്ക് പരാതിയില്ല, അവരുടെ അച്ഛന് പരാതിയില്ല. പിന്നെ പരാതി ആർക്കാം? സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. ഒറ്റ വിധി, ഇനിയും ഒരു ജല്ലിക്കെട്ടൂടെ വേണ്ട. ഇത് കേട്ടപാടെ തമിഴ് ജനത എന്തോ ചെയ്തു? അവരോട്ട് ഇടകാൻ തുടങ്ങി. രാഷ്ട്രീയമില്ല, മതമില്ല, വർഗമില്ല, മരണമില്ല. ലോകപ്രസിദ്ധമായ മറീന ബീച്ച് ജനസഹസ്രങ്ങളെ കൊണ്ട് 10,000 കൊണ്ട് നിറഞ്ഞു. അവരെന്തും ചെയ്യും. റിപ്പോർട്ട് പോയി, ഇന്റലിജൻസ് പോയി, കളിക്കരുത്. തമിഴ് ജനതയുടെ വികാരത്തെ ഉൾപ്പെടുത്തരുത്. അവസാനം ജാഗ്രത ജല്ലിക്കെട്ട് നീ 1 അല്ല 9 തവണ നടത്തിക്കും. ഇതാണ് രാജ്യത്തിന്റെ വിധി. നമ്മുടെ അന്യായമായ വിധി വന്നപ്പോൾ ഈ ജല്ലിക്കെട്ട് മോഡലിലൊരു സമരം ചെയ്യാനുള്ള ആ ഒരു മാനസികമായ കരുത്ത് നമുക്കില്ലാതെ പോയി. സത്യവിശ്വാസത്തെ തകർക്കാൻ വന്ന ഇനി ഇതിന് മറ്റൊരു മനഃശാസ്ത്രമുണ്ട്. ഈ ഭാരതത്തിന്റെ ജഡ്ജിമാരെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സുറിയാനി ക്രിസ്ത്യാനിയല്ല. അവര് 90-100% ഇവിടുത്തെ ഏറ്റവും വലിയ പുരോഹിത വർഗമായ നമ്പൂതിരിമാരും തിരുമേനിമാരുമാണ്. അവർക്ക് ഈ സത്യവിശ്വാസത്തെ കുറിച്ചോ, വിശുദ്ധ ബലി എന്താണോ, വിശുദ്ധ കുർബാനയെ കുറിച്ചോ, കർത്താവിന്റെ സുവിശേഷത്തെ കുറിച്ചോ, വചനത്തെ കുറിച്ചോ, പൗരോഹിത്യത്തെ കുറിച്ചോ, മേലധ്യക്ഷന്മാരുടെ ആ ഒരു കൈവപ്പിനെ കുറിച്ചോ ഒന്നും അറിയില്ല. ഏതൊക്കെ വക്കീലിൽ നിന്ന് വാദിച്ചാലും അവർക്കിത് മനസ്സിലാവില്ല. അവര് നോക്കിയപ്പം ഇവിടുത്തെ പ്രബല 2 സമൂഹങ്ങൾ, പൈസാക്കാരായ 2 സമൂഹങ്ങൾ ഏറ്റുമുട്ടുകയാണ്.
അപ്പൊ അവര് നോക്കിയപ്പോൾ കേസ് നീണ്ടുപോയാൽ ആർക്കൊക്കെ ഗുണം? വക്കീലന്മാർക്കും ഗുരുസന്മാർക്കും കോടതിക്കും ഗുണമാണ്. നീ അടിയടാ യാക്കോബാക്കാരനും IOC-കാരനും തമ്മിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധം നടന്ന മുട്ടനാടിന്റെ കഥ ചരിത്രം കൊച്ചുപിള്ളാരുടെ പുസ്തകത്തിലുണ്ട്. രണ്ട് മുട്ടനാടിനെ തമ്മിൽ കുറുക്കനങ്ങോട്ട് മുട്ടിക്കുക. നീയാണാ കരുത്തുള്ളത്, മറ്റേവനാണ് ആ കരുത്തുള്ളത്. അവരങ്ങോട്ട് ഇടിച്ചിടിച്ച് നെറ്റി പൊട്ടി ചോര വീഴുമ്പോൾ ചോര ചൂടോടെ നക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുറുക്കൻ. ആ കുറുക്കന്റെ പണിയാണ് ഇവിടുത്തെ മിക്ക വക്കീലന്മാരും കേസ് നടത്തുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്ന. അതാണ് ഇവിടെ കൂട്ടിയിടിപ്പിക്കുകയാണ്. നമ്മുടെ സമ്പത്ത് മുഴുവൻ കേസിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട ആളുകൾ, അമ്മച്ചിമാര് ശരീരം മൊത്തം ഒഴിഞ്ഞ് കൊണ്ടുവന്ന് വഞ്ചിയിലിടുക. എന്തിനാ? ആ ചൊറിയങ്ങ് പോട്ടെ, ആ പൈശാചിക ഉപദ്രവം പോട്ടെ, പനിയങ്ങ് പോട്ടെ, ആ രോഗങ്ങൾ പോട്ടെ, ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഒഴിഞ്ഞ് വഞ്ചിയിലിടുന്ന പൈസ എല്ലാം മാരിക്കെട്ടിക്കൊണ്ട് പോയി അനാവശ്യമായി കോടതിയിൽ നിന്ന് ഇറങ്ങി നൂറ്റാണ്ടുകളോളം നടത്തി കോടാനുള്ളവർ നശിപ്പിച്ച് മുടിച്ചതാണ് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ. ഒരാൾ കേസ് കൊടുക്കാൻ പോകുമ്പോൾ അതിന്റെ പ്രതിയോഗിക്കുന്ന പാതിരിക്കാൻ പറ്റൂ? അങ്ങനെ നിവർത്തികേട് കൊണ്ട് മാത്രം കോടതികളിൽ കയറേണ്ടെന്ന് വന്നു പോയതാണ് ഈ പരിശുദ്ധ സഭ. നമ്മുടെ ശ്രേഷ്ഠ ബാബ പറയാറുണ്ട്, നിങ്ങളുടെ 10 പൈസ എന്റെ കയ്യിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ 1 സെന്റ് ഭൂമിയെങ്കിലും ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ ഇരട്ടി തരാം, നിങ്ങൾ പറയുന്നത് തരാമെന്ന് എത്രയോ ആവർത്തി താഴെ വീണ് തൊഴുതു പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി. ഇത് എങ്ങോട്ടാ? മനസ്സാക്ഷി ഉള്ളവർക്കല്ലേ ഈ രോദനം കേൾക്കാൻ പറ്റും. വേദനയുള്ളവർക്കല്ലേ ഇത് മനസ്സിലാക്കൂ. ശലോമോന്റെ മുമ്പിൽ 2 പെണ്ണുങ്ങൾ 2 കൊച്ചുങ്ങളെ എടുത്തോണ്ട് വന്ന സ്വഭാവമായത്. എടുത്തോണ്ട് വന്നിട്ട് എന്താ പറഞ്ഞത്? ആ മരിച്ചുപോയ കൊച്ചിന്റെ അമ്മ പറയുക, ജീവനുള്ള കൊച്ചിനെയും വെട്ടിക്കേറി അത് എന്റെ കൊച്ചാണ്. അവസാനം എന്തോ ചെയ്ത് ബുദ്ധിമാനായ സോളമൻ തർക്കം മൂത്തിട്ട് ജീവനുള്ള കുട്ടിയെ കൊല്ലാൻ കൽപ്പന കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒറിജിനൽ അമ്മ വേദനയോടുകൂടി ചാടി വീണു, അയ്യോ കൊല്ലരുത്. അതിനെ ആർക്ക് കൊടുക്കണം? അതിനെ യഥാർത്ഥ ആ വളർത്താനുള്ള സ്ത്രീക്ക് കൊടുത്തത്. അപ്പോൾ മനസ്സിലായി വേദനയുള്ള ഹൃദയം ആരുടേതാണെന്ന് മനസ്സിലായി. അതിശയകരവും അത്ഭുതകരവുമായ തീരുമാനം അവിടെ നടന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഇതാ അവകാശ സംരക്ഷണ യാത്ര മീനങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് ചരിത്രപരമെന്ന പുതുപ്പള്ളിയുടെ മുന്നിലേക്ക് അവകാശ സംരക്ഷണ യാത്ര കടന്നു വന്നിരിക്കുന്നു. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ ജീവിച്ച് മരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസം, ഏത് വിശ്വാസത്തിൽ ജീവിച്ചുവോ ആ വിശ്വാസത്തിൽ മരിച്ചു കവർന്നെടുക്കുവാനുള്ള മൗലികാവകാശം, സംരക്ഷിക്കപ്പെടുവാനുള്ള അവകാശം ഞങ്ങൾക്ക് നിയമത്തിലൂടെ ലഭ്യമായ തീരൂ എന്ന് ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ അങ്ങ് മാനന്തവാടിയുടെ മണ്ണെടുത്ത് ജീവിക്കുവാനുള്ള അവകാശം, വിശ്വസിക്കാനുള്ള അവകാശം, അത് ഞങ്ങളുടെ മൗലികാവകാശമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന എല്ലാ അഭിഷിക്തന്മാരും വന്യ തിരുമേനിമാരും ഇവിടെ എഴുന്നള്ളി കഴിഞ്ഞിരിക്കുന്നു. ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. ഒരേ ഒരു വാക്കും കൂടെ, 8-ാം തീയതി കഴിയുമ്പോൾ ഇവിടുത്തെ പിടുത്തം ഒന്നും പോരാഞ്ഞിട്ട് ഒന്ന് ഓർമ്മയിരിക്കണം, കേന്ദ്രത്തിന്റെ സേനയെ കൊണ്ടുവന്ന്
പിടിപ്പിച്ചു കളയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. യാക്കോബായുടെ സംശുദ്ധമായ രക്തമുള്ള മക്കളെ, കേന്ദ്രത്തിന്റെ സേനയുടെ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, സ്വർഗീയ സേന അതിനെ തടയാനായിട്ട് ഇവിടെ ഉണ്ട്. അത് പരിശുദ്ധ യാക്കോബായുള്ള സേനയാണ്. പേടിക്കരുത്, അതിനെ പേടിക്കരുത്. കേന്ദ്ര സേന വന്നിട്ട് അവരൊരു പക്ഷെ പിടിച്ച് ചന്തിയിലെ പൊടിയും തട്ടി അവരങ്ങ് പോകും. പിന്നാണ് നമ്മുടെ സേനയുടെ കളി. ആ സേനയുടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചത് മാത്രമല്ല, ഒരൊറ്റ പള്ളിയും ഒരു മണ്ഡലിയും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന്, നമ്മുടെ ചങ്കിൽ നിന്ന് കൊണ്ടുപോകാൻ ഈ സാത്താന്യ സഭയ്ക്ക് കഴിയില്ല എന്നുള്ള ഒറ്റ സ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ അഭിമന്യ പിതാക്കന്മാര് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഏറ്റവും ആവേശോജ്വലമായി നമ്മോട് അനുഗ്രഹ പ്രഭാഷണം നടത്തി അനുഗ്രഹിച്ച കൊല്ലമണിക്കൽ സാറിനോടുള്ളതായ സ്നേഹബഹുമാന ആദരവുകൾ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ അവകാശ സംരക്ഷണ യാത്ര ചരിത്രമുറങ്ങുന്ന പുതുപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അവകാശ യാത്ര അത് ഏതൊരു കാര്യമാണോ നാം പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്നത് അതിലെത്തിച്ചേരുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് ആവേശം നൽകുവാൻ നമ്മെ അനുഗ്രഹിച്ച് സംസാരിക്കുവാൻ തക്കവണ്ണം മലബാർ മദ്രാസനത്തിന്റെ അഭിനന്ദന മെത്രാപ്പോലീത്ത സക്രിയാസ് മാർ പോളികാർപ്പസ് മെത്രാപ്പോലീത്ത മനസ്സിനെ ഏറെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിനവിതാവായ മോർ കൂറിലോസ് തിരുമനസ്, ഈ ജാഥയെ നയിക്കുന്ന മോർ അലക്സാന്ദ്രോസ് തിരുമനസ്, എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കുന്ന മോർ അന്തിമോസ് തിരുമനസ്, പ്രിയപ്പെട്ട അയ്യപ്പച്ചൻ, പ്രിയപ്പെട്ട വട്ടവല്ലച്ചൻ, ആഗതരായിരിക്കുന്ന പിന്നോക്കം ഭാഗം ഒരിഞ്ച് ഇടം പോലും ഇല്ലാതിരിക്കുന്ന അവസരത്തിലാണ് സുറിയാനി സഭ ഈ അവകാശ സംരക്ഷണം യാത്ര പ്രതിഷേധ പരിപാടികളുമായിട്ട് മുൻപോട്ടേക്ക് നീങ്ങുന്നത്. നിങ്ങൾക്കറിയാം, മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഗർജിക്കുന്ന സിംഹവും മലങ്കരയുടെ മണിനാഥവുമായിരുന്ന പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമനസിന് ജന്മം നൽകിയ പുണ്യഭൂമിയാണ് പെരുമ്പള്ളി. ഈ പുതുപ്പള്ളി ദേശത്ത് പിറന്ന ആ പിതാവ് ഉൾപ്പെടെയുള്ള അനുഗ്രഹീതരായ പിതാക്കന്മാർ ചൊല്ലിത്തന്ന് നമുക്ക് പഠിപ്പിച്ച ആ ശ്രേഷ്ഠമായ വിശ്വാസത്തെ അറബിക്കടലിൽ ഒഴുക്കുവാൻ മീഖായേൽ തിരുമേനിയും പൗലോസ് ബാവയും അപ്രകാരം ശീമയിൽ എഴുന്നള്ളി വന്ന പുണ്യപ്പെട്ട പിതാക്കന്മാരും ചൊല്ലിത്തന്ന് പഠിപ്പിച്ച വിശ്വാസത്തെ തള്ളിക്കളയുവാൻ ആവുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ അവകാശ സംരക്ഷണ യാത്രയിലൂടെ ലോകത്തിനു മുമ്പിൽ നാം കാണിക്കുന്നു. നമുക്കറിയാം, ഇന്ന് കള്ളന്മാരെന്ന് പറയുന്നവർക്ക് അല്പം മാത്രമല്ല, വലിയ വില കൂടിയ ദിനങ്ങൾ. 2000 വർഷം മുമ്പ് കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട കള്ളന് ദൈവം നേരിട്ട് ബപ്തിസ്മ നൽകിയെങ്കിൽ അല്പം കാശല്ല, കോടിക്കണക്കിന് കാശിനു വേണ്ടി താൻ കണ്ടത് മാറ്റിപ്പറയില്ല എന്ന് പറഞ്ഞ ഒരു കള്ളൻ എന്ന് ലോകം വിളിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഇന്നലത്തെ ദിവസം സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ലോകം വലിയ വില നൽകിയെങ്കിൽ, ഒരു നുണ പറഞ്ഞാൽ ഒരു കുരിശുതൊട്ടി കിട്ടുമെന്നും, അങ്ങനെയെങ്കിൽ എത്രത്തോളം നുണ പറഞ്ഞിട്ടാണ് 1064 പള്ളിക്ക് വേണ്ടി ഇപ്രകാരം ഒരു വിധി സമ്പാദിച്ചതെന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചുകൊണ്ട് തന്റെ പരിശുദ്ധൻ എന്നു പേരുള്ളതായ നാമധേയത്തിന്റെ സർവ വിലയും കളഞ്ഞു പൊളിച്ച ആ മഹാപ്രധാനാചാര്യനോട് ഇവിടുത്തെ അക്രൈസ്തവ സമൂഹം പോലും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്തേ നിങ്ങളുടെ പ്രധാനാചാര്യത്വത്തിന് ഒരു വിലയുമില്ലാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർ ശീമയിൽ നിന്നും കടന്നു വന്ന് ഇവിടെ പഠിപ്പിച്ച വിശ്വാസത്തെ ദർശിക്കണമെങ്കിൽ തെക്ക് മഞ്ഞിനിക്കര മുതൽ വടക്ക് കുന്നുകുളം വരെയും പടിഞ്ഞാറ് വടക്കംപറവൂർ മുതൽ കിഴക്ക് കോതമംഗലം വരെയുമുള്ള പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ കവറുകൾ അത് സാക്ഷ്യമാണ്.
പ്രിയപ്പെട്ട കൊല്ലം പണിക്കർ സാർ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ നടക്കുന്ന നമ്മുടെ ആരാധനകൾ മുഴുവനും ആരാധനയിൽ ഉപയോഗിക്കുന്നതായ വെസ്റ്റ്മെന്റ്സ്, ദേവാലയത്തിൽ ഉപയോഗിക്കുന്നതായ വസ്തുവകകൾ എല്ലാം സുറിയാനി സഭയുടേതായ സുറിയാനി നാട്ടിൽ നിന്ന് വന്നതാണ്. ഇതൊക്കെയും തള്ളിക്കളഞ്ഞുകൊണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് കൂടിയിരുന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുടെ കീഴിലേക്ക് വന്ന് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെയും അതിൽ വാണരുതെന്ന പരിശുദ്ധ പിതാവിനെയും തള്ളിക്കളയുവാൻ പറഞ്ഞാൽ മലങ്കര സഭയിലെ സുറിയാനി സഭയുടെ മക്കൾ ഒരു നാളും അതിന് തയ്യാറാവുകയില്ല എന്ന് പ്രഘോഷിക്കുന്നതാണ് ഈ അവകാശ സംരക്ഷണയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അപ്പന്മാരെ അമ്മമാരെ മരിച്ചപ്പോൾ സംസ്കരിക്കുവാനാകാതെ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറികൾക്ക് വിട്ടുകൊടുത്ത കുടുംബങ്ങളുണ്ട്. ഇവിടെ 40 ദിവസം കാലം സംസ്കരിക്കാനാകാതെ മണ്ണിന് മുകളിൽ വെച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ വേദന ഇവിടുത്തെ ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് നൽകിയപ്പോൾ ഞങ്ങൾ പ്രധാനാചാര്യന്മാരോ സഭയുടെ ഭരണസമിതിയിലുള്ള ആരും തന്നെ ആവശ്യപ്പെടാതെ ഇവിടുത്തെ വിശ്വാസ സമൂഹം വോട്ടായി ചെയ്തു എങ്കിൽ അത് സുറിയാനി സഭയുടെ മക്കളുടെ ഹൃദയത്തിന്റെ വേദനയാണ് എന്ന് തിരിച്ചറിയാൻ ഇവിടുത്തെ ഭരണാധിപന്മാർക്ക് സാധിക്കണം. ഇതൊരു സൂചന മാത്രമാണ്. എന്നാൽ ഇപ്പോൾ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ 29-ാം തീയതി സുറിയാനി സഭയുടെ മക്കൾ അവരുടെ ആചാര്യന്മാരോടുകൂടി പ്രധാനാചാര്യന്മാരോട് നഷ്ടപ്പെട്ടു പോയ 52 പള്ളികളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. മറുഭാഗം പറഞ്ഞു, നിങ്ങൾ വരൂ, നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ വരിക്കോലിപ്പള്ളിയിൽ പോയി വരിക്കോലിപ്പള്ളി ഉൾപ്പെടെയുള്ള സകല പള്ളികളുടെയും ഗേറ്റുകൾ പൂട്ടിയിട്ട് പോലീസ് അധികാരികളെ വെച്ച് തടഞ്ഞുകൊണ്ടാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്തത്? പറയുന്ന വാക്കിന് വില കൽപ്പിക്കാൻ നിങ്ങൾക്കാവുന്നില്ല എങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ വളരെ ചെറുതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഹൈന്ദവ സമൂഹം, ഇവിടുത്തെ മുസ്ലിം സമൂഹം, ക്രൈസ്തവ വിഭാഗത്തിന്റെ വിവിധ വിഭാഗങ്ങൾ ഇവരൊക്കെയും ഒരേ സ്വരത്തിൽ പറയുന്നു, സുറിയാനി സഭയ്ക്ക് നീതി കൊടുത്തേ മതിയാവൂ. കഴിഞ്ഞ ദിവസം വിവിധ സഭയുടെ മേലധ്യക്ഷന്മാരെ ഇവിടുത്തെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കല്ല 3 ചങ്കോത്തിന് മേലെയുള്ള പ്രധാന മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഭൂരിപക്ഷത്തിന് ദേവാലയം വിട്ടുകൊടുക്കുകയും ന്യൂനപക്ഷത്തിന് അവർക്ക് അർഹതമായത് നൽകണമെന്ന്. എന്തേ നിങ്ങളുടെ ചെവികൾക്ക് ഇത് കേൾക്കാൻ മേല? ഭൂരിപക്ഷം അത് നിർണയിക്കുന്ന നമ്മൾക്കറിയാം 51%. സുറിയാനി സഭയ്ക്ക് എവിടെയെങ്കിലും 60% ആളുകളുണ്ടെങ്കിലും വേണ്ട 70% ആളുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം 30% നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പള്ളി എടുത്തോ, ഞങ്ങൾക്ക് വേണ്ട. 5000 വീടുള്ളതും 3000 വീടുള്ളതായ പള്ളികളിൽ 4ഉം 2ഉം 3ഉം വീടുകളുള്ള നിങ്ങൾക്ക് പള്ളികൾ പിടിച്ചെടുത്തിട്ട് അവിടെ ഒരു ബൾബ് കത്തിക്കാൻ പോലും ആകാതെ ദേശത്തിന്റെ പ്രഭ കെടുത്തിക്കളയുന്ന ഈ വ്യഗ്രത നിറഞ്ഞതായ ജനസമൂഹമേ, നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പുതുപ്പള്ളി സുറിയാനി സഭയുടേതായിരുന്നു. നിങ്ങളുടെ ആക്രാന്തം മൂത്തപ്പോൾ വിട്ടു നിന്നിട്ട് ഞങ്ങളെ ഇറങ്ങിപ്പോന്നു. ഈ പരിപാവനമായ ദേവാലയം നിർമ്മിച്ചു അല്ലേ? ഇതുപോലെ എവിടെയെല്ലാം നിർമ്മിച്ചു. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കേട് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ 3 പള്ളിയുടെ വിധി, ആ വിധി വന്നപ്പോൾ അതിനെ ബാധകമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട കൊല്ലം പണിക്കർ ഓർപ്പിച്ചു, ആ സിംഹാസനത്തിന്മേലിരുന്ന മാമൻ കിട്ടിയതെല്ലാം വാരിക്കൂട്ടിക്കൊണ്ടു പോയി. നിങ്ങൾ പിടിച്ചെടുത്ത പള്ളികളിൽ ഞങ്ങൾ പ്രധാനാചാര്യന്മാരെ എത്രത്തോളം പീഡിപ്പിച്ചു. പറവമ്പള്ളിയിൽ പള്ളി പിടിച്ചെടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ആചാര്യന്മാരെ വിശ്വാസികളെ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ ഇത് തുടർക്കഥയായി. മുളന്തുരുത്തിപ്പള്ളിയിൽ ബലഹീനായ എന്നെയും അഭിനവിതാവായ മോർ ഒസ്താദ്യസ്തിരുമേനി ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായ പീഡകൾക്ക് ശേഷം നിങ്ങൾ ലോകത്തിൽ ഒരു മതവിഭാഗത്തിനുണ്ടാകാത്തതായ ഒരു അനുഭവം ഈ സുറിയാനി സഭയ്ക്ക് ഉണ്ടായപ്പോൾ അന്നേ സുറിയാനി സഭയുടെ മക്കൾ കുറിച്ചിട്ടു, ഞങ്ങൾക്കൊരു ദിനം വരും. അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ട ജനം വേണ്ട വിധത്തിൽ അത് ചെയ്തു. ഇനിയും ഞങ്ങളുടെ കയ്യിൽ അതേ വോട്ടുണ്ട്. സുറിയാനി സഭയുടെ 20 ലക്ഷം ആളുകൾ മാത്രമല്ല, സുറിയാനി സഭയുടെ വേദന അറിയുന്ന ഇതര സഭകളുടെ മക്കൾ പോലും ഇനി അടുത്ത നിയമസഭാ ഇലക്ഷന് പ്രതികരിക്കാതിരിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിന്റെ മേൽപ്പത്തട്ടിൽ ഇരിക്കുന്ന മേലാളന്മാരോട് ഓർപ്പിക്കുന്നത്, ചേപ്പാട് പള്ളിയുടെ ഒരു മതിലെ തൊട്ടപ്പോൾ പൊള്ളി അവിടെ പോയ
രാഷ്ട്രീയ നേതാക്കളെ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തേ ഞങ്ങൾ പ്രധാനാചാര്യന്മാരെ വലിച്ചിളക്കിയപ്പോഴും പള്ളികൾ പിടിച്ചടക്കിയപ്പോഴും നിങ്ങളെ ആരും ഞങ്ങളുടെ പള്ളികളിലോട്ട് കണ്ടില്ല? നിങ്ങളെ കാണില്ല എങ്കിൽ എത്തേണ്ടിടത്ത് എത്തിക്കാൻ സുറിയാനി സഭയുടെ വിശ്വാസധീരന്മാരായ മക്കൾക്ക് സാധിച്ചിരിക്കും. നിങ്ങളെ വരുത്തേണ്ടടുത്ത് വരുത്തിയിരിക്കും. ഞാൻ ഇടതനല്ല, ഞാൻ വളർന്നല്ല, ഞാൻ BJP-കാരനല്ല. പക്ഷേ ഈ സുറിയാനി സഭയ്ക്ക് നീതി നടപ്പാക്കുന്നത് ഇടത് ഗവൺമെന്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ വോട്ട് തേടാൻ ഞാൻ വരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുറിയാനി സഭയ്ക്ക് നീതി നൽകുന്ന ആരായാലും അവർക്ക് വേണ്ടി വോട്ട് തേടാൻ വരുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുമ്പോൾ, നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള ഈ പ്രയാണത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടുത്തെ വിവിധ മതവിഭാഗങ്ങളും ഇത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല എന്ന് നടിക്കാൻ ദേവലോകത്തിരിക്കുന്ന ദേവേന്ദ്ര നിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. കാണേണ്ടതുപോലെ കണ്ടിരിക്കും. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ചേർന്ന് വരുമ്പോൾ ഞങ്ങൾ ഭീഷണിയല്ല, അപേക്ഷ മാത്രമാണ്. ഈ സഭയ്ക്ക് നീതി കിട്ടിയേ പറ്റൂ. ഭൂരിപക്ഷത്തിന് ദേവാലയം വിട്ടുകൊടുത്തേ പറ്റൂ. ന്യൂനപക്ഷങ്ങൾക്ക് തത്തുല്യമായ നഷ്ടപരിഹാരം കൊടുക്കുക. സെമിത്തേരികളിൽ എല്ലാ ജനത്തിനും കയറി തങ്ങളുടെ പിതാക്കന്മാരുടെ കബറുകൾ പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാവുക. ഇത് 100 മേലെ വർഷമായി ഇവിടെ നിർവഹിക്കപ്പെടുന്നതായ ഈ തമ്മിത്തല്ല് ഈ തലമുറയിൽ അവസാനിക്കണം. വരും തലമുറയ്ക്ക് കൊടുക്കാൻ സുറിയാനി സഭ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവകാശ സംരക്ഷണ യാത്ര. ഒരു നിയമം ഉണ്ടായേ പറ്റുള്ളൂ. ഞങ്ങളുടെ പിതാക്കന്മാരെ സംസ്കരിക്കാൻ സെമിട്രി ബില്ലുകൾ തയ്യാറാക്കിയ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. അത് ഞങ്ങൾ കാണിച്ചു. എന്നാൽ ഞങ്ങളുടെ ഈ ദേവാലയങ്ങൾ വിട്ടുതരുന്ന ഏത് ഗവൺമെന്റ് ആണോ, ഏത് ഭരണസമിതിയാണോ, അവരോട് സുറിയാനി സഭയുടെ മക്കൾ തീർച്ചയായും കടപ്പാട് വരുന്ന ഇലക്ഷനിൽ കാണിച്ചിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും അനുമോദിക്കട്ടെ. അഹോരാത്രം പ്രയത്നിക്കുന്ന പ്രധാനാചാര്യന്മാരെ ബഹുമാനിക്കട്ടെ, ആചാര്യന്മാരെ ബഹുമാനിക്കട്ടെ. ഈ അവകാശ സംരക്ഷണ യാത്ര ഇന്ന് രാവിലെ ഏറ്റുമാനൂരിൽ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ കോട്ടയം ഭദ്രാസനത്തിന്റെ ചുറിയൂർക്കുള്ള വൈദികർ, ഇവിടുത്തെ യുവജനങ്ങൾ, ഇവിടുത്തെ വിശ്വാസ സമൂഹം ഇതിനെ ഒരു ഉത്സവമായി ഏറ്റെടുത്ത് ഇത് ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്ത കോട്ടയത്തെ വൈദികരെയും ഇവിടുത്തെ യുവജനങ്ങളെയും ഇവിടുത്തെ വിശ്വാസ സമൂഹത്തെയും സർവോപരി നിങ്ങളുടെ ഭദ്രാസന സെക്രട്ടറി കടവുംപാത്ത് കുര്യാക്കോസ് കശിഷിയെ നമിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുമനസിന്റെ തൃപ്പാദത്തെങ്കിൽ ഞങ്ങളുടെ സ്നേഹ ബഹുമാന ആദരവുകളെ അർപ്പിക്കുന്നു. ഇപ്പോൾ ഈ അവകാശ സംരക്ഷണ യാത്രയുടെ ആരംഭ സമയം മുതൽ ഇതിനെ അനുധാവനം ചെയ്ത് ജനത്തിന് ആവേശം നൽകി ഈ യാത്രയെ അനുഗ്രഹിക്കുന്ന മധ്യസ്ഥമാർ അന്തിമ മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ കൽപ്പിച്ച് സംസാരിക്കുന്നു. അഭിമന്യനായ മോർ കൊറിലോസ് ഗീവർഗീസ് മെത്രാപ്പൊലീത്ത, അഭിമന്യ മോർ പോളികാർപ്പോസ് സക്കറിയാസ് മെത്രാപ്പൊലീത്ത, ഈ അവകാശ സംരക്ഷണ യാത്രയുടെ സാരഥിയായിരിക്കുന്ന അഭിമന്യ മോർ അലക്സാന്ദ്രിയോസ് തോമസ് മെത്രാപ്പൊലീത്ത, ബഹുമാനരായ സഭാ ഭാരവാഹികൾ, അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠർ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ നാട്ടുകാരെ, പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ ഈ അവകാശ സംരക്ഷണ യാത്ര തിരുവനന്തപുരത്തേക്ക് ഒരുക്കുന്നത് 3 ലക്ഷ്യങ്ങൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്നാമതായിട്ട് നമ്മുടെ അവകാശം, നമ്മുടെ പിതാക്കന്മാർ, അവരോട് ചേർന്ന് നിന്ന നമ്മുടെ പൂർവികന്മാർ ഏതൊരു സത്യവിശ്വാസത്തിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചു, ഏതൊരു സ്ഥാപിത ലക്ഷ്യത്തെ മുൻനിർത്തി ആധാരങ്ങൾ ചമച്ചു, ഏതൊരു വിശ്വാസ സംഹിതയ്ക്ക്, പൈതൃകത്തിന്, പാരമ്പര്യത്തിന് ഉയർത്തിപ്പിടിച്ചു, അവകാശം സംരക്ഷിക്കുവാനായിട്ടാണ് നമ്മുടെ യാത്ര. ഇത് നമ്മുടെ ഒരു അതിജീവനത്തിന്റെ യാത്രയാണ്. ഭാരതമണ്ണിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഭരണഘടന സ്വാതന്ത്ര്യം, ആരാധിക്കുവാനും വിശ്വാസം സംരക്ഷിക്കുവാനുമുള്ള അവകാശം, ആ അതിജീവനത്തിനായിട്ടുള്ള യാത്രയാണിത്. മൂന്നാമതായിട്ട് ഇതൊരു പ്രത്യാശയുടെ യാത്രയാണ്.
എന്താണ് പ്രത്യാശ? ഇവിടെ പ്രസംഗിച്ച് എല്ലാവരും സൂചിപ്പിച്ചു, 2020 ശവസംസ്കാരത്തിനായിട്ട് ഒരു ഓർഡിനൻസ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് കൊണ്ടുവന്നു. അതുപോലെ നാം ഇന്ന് അനുഭവിക്കുന്നതായ ഈ നീതി നിഷേധത്തിനെതിരെ ന്യായമായ ഒരു സംവിധാനം ഒരുക്കുമെന്നുള്ള ഒരു പ്രത്യാശയോട് കൂടിയാണ് യാത്ര. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുപ്പള്ളിയുടെ ഈ മണ്ണിൽ അത് എത്തിച്ചേരുമ്പോൾ ഈ ദേശത്തിന് സുധീരമായ നേതൃത്വം നൽകിയ യേശു കത്തനാരെ പ്രത്യേകം ഓർക്കുന്നു. അഭിവന്യ കൂറിലോസ് തിരുമേനി എറണാകുളത്ത് വെച്ച് നടന്ന യോഗത്തിൽ ഒരു പ്രവചനം പോലെ ഒരു കാര്യം ഓർപ്പെടുത്തി. മറുവാക്കാർ നുണ പറയുന്നവരാണ്. ആ സത്യം പരുമലയിൽ ചാത്തുരുത്തിൽ മോർ ഗ്രിഗോറിയോസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിൽ അവരുടെ പ്രധാന മേലധ്യക്ഷൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു. ഒരു നുണ പറഞ്ഞാൽ ഒരു കുരിശുപള്ളി ലഭിക്കുമെങ്കിൽ ഞങ്ങളത് പറയും. ഇതൊരു ആത്മീയ പാപ്പരത്വമാണ് സൂചിപ്പിക്കുന്നത്. ഈ ആത്മീയ പാപ്പരത്തെയാണ് 2 ദിവസം മുമ്പ് കേരളത്തിലെ പ്രധാന മേലധ്യക്ഷന്മാർ ചൂണ്ടിക്കാണിച്ചത്. അവർ ഒന്നടങ്കം പറഞ്ഞു, യാക്കോബായ സുറിയാനി സഭയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല, അവർക്ക് നീതി ലഭ്യമാക്കണമെന്ന് ഇവിടുത്തെ പ്രധാന മേലധ്യക്ഷന്മാർ പറഞ്ഞപ്പോൾ മറുഭാഗത്തിന്റെ ആത്മീയ പാപ്പരത്വമാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ സമൂഹത്തോട് യാക്കോബായ സുറിയാനി സഭയ്ക്ക്, സഭയുടെ മെത്രാപ്പൊലീത്തന്മാർക്കും മക്കൾക്കുമെല്ലാം അപേക്ഷിക്കുവാനുള്ള ഒറ്റ അപേക്ഷയുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികന്മാർ തലമുറയായി കൈമാറി തന്നതായ ദേവാലയങ്ങൾ ഞങ്ങൾക്ക് തിരികെ ലഭിക്കണം. ഞങ്ങളുടെ ഒരു ദേവാലയങ്ങളും വെറുതെ വിട്ടുകൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇനി മനസ്സ് വന്നെന്ന് വരില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധനായ മോർ കൂറിലോസ് പൗലോസ് മെത്രാപ്പൊലീത്ത, പാണമ്പടിയിൽ കബറിലിരിക്കുന്ന മെത്രാപ്പൊലീത്ത, അദ്ദേഹത്തെ നമ്മുടെ കോട്ടയത്തെ പഴയ സെമിനാറിൽ നിന്ന് പുറത്താക്കുക അത്രേ ചെയ്തത്. അദ്ദേഹം വിനയത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എങ്ങനെയാണ് പരുമലയിൽ ചാത്തുരത്തിൽ കൊച്ചു തിരുമേനി വന്നു ചേർന്നത്? നിരണം പള്ളിയിൽ നിന്ന് ചാത്തുരത്തി തിരുമേനി ഇറക്കിവിട്ടപ്പോൾ അരികപ്പുറത്ത് കുടുംബം നൽകിയ അന്ത്യോക്യ സിംഹാസനത്തിലുള്ള ആ സ്ഥലത്തേക്ക് പരിമല കൊച്ചു തിരുമേനി കടന്നു വന്നു. ഞാൻ പറഞ്ഞു വന്നത്, സുറിയാനി സഭാപിതാക്കന്മാർ എപ്പോഴും ക്ഷമയുടെയും സഹനത്തിന്റെയും മാതൃകയാണ് കാണിച്ചു തന്നത്. അത് ഇന്നോളം തുടങ്ങുന്നു. ഈ സഹനത്തിന്റെ യാത്ര ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 1970-കളിൽ ആരംഭിച്ച് 77-കളിൽ ശക്തിയാർജിച്ച് ഇപ്പോഴും പോകുമ്പോൾ അഭിമന്യ പോളികാർപ്പോസ് തിരുമേനി ഓർമ്മപ്പെടുത്തിയ പോലെ ഞങ്ങൾ പ്രധാനാചാര്യന്മാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഇവിടം കൊണ്ട് അവസാനിക്കണം. ഈ പ്രതിസന്ധി അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതം കൊണ്ട് അതിന് സഹായകമാകുമെങ്കിൽ ഞങ്ങളുടെ ജീവിതം പോലും അതിനായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. കാരണം ഈ പ്രതിസന്ധി ഇവിടം കൊണ്ട് അവസാനിക്കണം. അതുകൊണ്ട് തന്നെ ഈ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ അവകാശ സംരക്ഷണ യാത്രയെ സ്വീകരിച്ച പുതുപ്പള്ളിയിലെ എല്ലാ മക്കൾക്കും സഭയുടെ പേരിലുള്ള എല്ലാ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ അവകാശ സംരക്ഷണ യാത്ര 29-ാം തീയതി തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് കേരള സർക്കാർ നൽകുവാനുള്ളതായ ഭീമ ഹർജി പുതുപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി പങ്കുചേരുകയാണ്. ഈ ഇടവക സമാഹരിച്ച ഒപ്പുശേഖരണത്തിലൂടെ ഇടവകയുടെ വേദനയും നൊമ്പരവും എല്ലാം കൂടെ ചേർന്നിപ്പോൾ ഈ